ഇതൊക്കെ കോളേജ് കേസാ. പോയി എനിക്ക് ബസ് കാണാം. തിരക്കില്ലല്ലോ. ബോർഡ്. ആഹാ ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളൻ. വൃത്തികെട്ടവൻ. ആഹാ ഫേസ് കാണാൻ പറ്റണില്ല പിശാചുക്കളുടെ. അപ്പളേക്ക് അവിടെ വീടും വന്നു പണ്ടാറടങ്ങാൻ. അതുണ്ട്. ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ. ഇതേതാ ഈ പിശാച്? ഞാനാ. ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ. നീ നോക്കി നോക്കട്ടെ. ശരിയാ, ഭയങ്കര ബോറ. അതെ മതി. അതെ ഫ്ലാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ. ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാനൊരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? ഒരു എക്സ്റ്റൻഷനും വേണ്ട. ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി. അവള് മിക്കവാറും വീഴും കേട്ടോ. ശരിയാ, ഒരു കിളവിയാ, പെട്ടെന്ന് വീഴാൻ സാധ്യത. അതല്ല, അതിന്റെ അപ്പുറത്തുള്ള പീസ്, ചുമന്ന ജാക്കറ്റ്. എന്റെ ദൈവമേ, കോളേജ് വിട്ടു. നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയക്കോടൊന്ന് കറങ്ങിട്ട് വരാടാ. ഇതൊക്കെ ഒരു രസല്ലേ? ഞാനിതിലൊന്നിനെ പൊക്കട്ടെ. പൊക്കാൻ ഇയാൾ ആര് ക്രെയിനോ? എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനൊരു അപ്പനും മോനോ? ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ. എന്താ ഇത്? സോഡ. അത് മനസ്സിലായി. എന്തായി കാണിക്കണേ? ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ. ഡൈലൂട്ട്? അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ വല്ല ബ്രാൻഡിയോ വിസ്കിയോ പട്ടയോ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തൂടെ? ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത്, സംജാ? ഒഴിക്ക്. ഒഴിക്കേ. കേട്ടോ മിസ്റ്റർ നായർ? ഞാൻ നായരല്ല, അച്ചായനാ. പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഒഴുക്കി. ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് ഒരു അച്ചായൻ. കഴിക്കേ. ഓ താങ്ക് യു. ഒഴുക്കി. മോനെ, അച്ചായന്റെ സൽക്കാര നന്നായി. പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല. മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ? നീ വലിയ മാന്യനാവണ്ട. അച്ചായനും നീ ഒരുപോലെ എനിക്ക്. എന്നെയും അയാളെ ഒരേപോലെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം. അങ്ങനെ കണ്ട എന്താ കുഴപ്പം? ഒച്ച വെക്കല്ലേ, അവിടെ ഇവിടെ ആൾക്കാരുള്ള. ഇവിടെ വേറെ ആൾക്കാരെ? ഇവിടെ അല്ല, അപ്പുറത്തെ ഫ്ലാറ്റില്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗല്ല. നിനക്കും അതുപോലെ തന്നെയല്ലേ? പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ഇല്ലാന്ന് നിനക്കറിയാലോ. പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. വാ. അയ്യേ, എന്താ ഇത്? ഞാൻ നാണം മറച്ച. നാണല്ലേ തണ്ട. ആരത്? ഞാനല്ല, നീ പോയി നോക്ക്. അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ. ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിക്കണവിടെ. 10-60 വയസ്സായി, എന്നിട്ട് കൊച്ചു പിള്ളേരുമാരി നിക്കറിട്ട് നടക്കുക. നാണുണ്ടോ? പോയി മുണ്ടെടുത്ത് കൊടുക്ക്. എന്താ? പോയി മുണ്ടെടുത്ത് കൊടുക്കാൻ. എന്താണ്? നിങ്ങളുടെ മകനാ ബോർനെന്ന് ഞാൻ കരുതിയിരുന്നേ, പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർനെന്ന്. മിണ്ടരുത്. ആ ചെറ്റപ്പെണ്ണ് ഇപ്പൊ എന്താ പറഞ്ഞു പോയത്? എന്റെ ഭാര്യ കയറി ചെറ്റ വിളിച്ചിട്ടില്ല, കടിച്ച മോന്തയുടെ ഷേപ്പ് വെച്ചു. അച്ഛനും മോനും കൂടി ഉമ്മ വെച്ച് കളിക്കുക. അമ്മ കൂടണ്ട. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാനുണ്ടോ നിനക്ക്? ആഭാസൻ. അല്ല അമ്മമ്മ, ഉമ്മ ഞാൻ അല്ല. പൊടി. ഞാനുണ്ട്. ഇതാ പറഞ്ഞത്, ഒരു നല്ല ഐഡിയയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്. ഏത് നിമിഷത്തിലാണോ ഇയാളെ പരിചയപ്പെടാൻ തോന്നിയത്? എന്റെ 1 മാസത്തെ കോട്ട മുഴുവൻ ഇയാൾ ഒറ്റ ഇരിപ്പിന് തീർക്കുമല്ലോ എന്റെ കർത്താവേ. ദരിദ്രവാസം. എന്താ പിറുപിറുക്കണേ? പ്രാർത്ഥിക്കുമായിരുന്നേ. അത് വളരെ നല്ലതല്ല. വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, ബിയർ ഉണ്ട്. ഏതാ വേണ്ടെന്ന് വെച്ചാ? ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങോട്ട് തായോ. അത് കഴിഞ്ഞിട്ട് പോലെ നമുക്ക് വേറെ ചിന്തിക്കാൻ. ഇന്നലെ തന്റെ അടിച്ച സാധനം അത്ര ശരിയായില്ല. ഡ്യൂപ്ലിക്കേറ്റ്. ഭയങ്കര തലവേദന. 2 അടിച്ച ശരിയാവും. എന്താ ഒരു ശബ്ദം?
बॉम्ब फिर भी बच गया साला है ട്രൗസർ കീറിയെന്നാ തോന്നണേ അച്ചായ എന്താ എന്ത് പറ്റി അനക്കമില്ലല്ലോ ഞാൻ ആംബുലൻസ് വിളിക്കാം വരൂ 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 ഭർത്താവേ നീ കുഞ്ഞാടിനെ രക്ഷിക്കണമേ മെല്ലെ എടുത്തോളൂ പൊങ്ങട്ടെ എടുക്കുന്നേ പൊങ്ങട്ടെ പൊങ്ങട്ടെന്നേ അതെ അത് പൊങ്ങട്ടെ നിങ്ങൾ വിചാരിച്ച നടക്കില്ല നല്ല കട്ടപ്പാര എടുത്തിട്ടു വച്ചല്ലേ ശരി ഇനി ക്രെയിൻ വേണ്ടി വരും വേറെ ഇരുമ്പ് സ്ട്രെച്ച് കൊണ്ടുപോടാ കൊണ്ടുവരുന്നു നിക്ക് ഇത് അങ്ങനൊന്നും ശരിയാവത്തില്ല ആഹാ അടിയിൽ വെക്ക് അങ്ങനെ പോട്ടെ തലക്കടി വെച്ചല്ലോ ഇനി ഇത് നടുവിന് ഇത് മുട്ടിനടിയിൽ ഇനി വലിച്ചോ തള്ളി വീട് അയലസ തള്ളി വീട് തള്ളി വീട് തള്ളി വീട് അയലസ തള്ളി വീട് തള്ളി വീട് തള്ളി വീട് തള്ളി വീട് അയലസ തള്ളി വീട് അയലസ തള്ളി വീട് അയലസ തള്ളി വീട് അയലസ. ഈ ലോഡിന് താഴ്ത്തിക്ക് എത്തിക്കണമെങ്കിൽ വടം തന്നെ വേണം. ഇനി എന്താ ചെയ്യാ? വാ മോളെ പോവാ.